നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. പശ്ചിമ മേഖലയിൽപ്പെടുന്ന 10 ജില്ലകളിലെ 2015 ശേഷമുള്ള അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനുള്ള ദൗത്യം കർണാടക സർക്കാർ ആരംഭിച്ചു. മലയാളികളുടെ ഹോം സ്റ്റേകളും റിസോർട്ടുകളും ഈ മേഖലയിലുണ്ട്. വനം വകുപ്പിന്റെ പ്രത്യേക ദൗത്യ സംഘത്തെയാണ് ഒഴിപ്പിക്കുന്നതിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. റിസോർട്ടുകൾ, ഹോം സ്റ്റേകൾ, തോട്ടങ്ങൾ തുടങ്ങിയ വാണിജ്യ സങ്കേതങ്ങളാണ് ദൗത്യ സംഘം ഒഴിപ്പിക്കുക. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ അടിയന്തര നടപടിക്ക് കർണാടക സർക്കാർ മുതിർന്നത്. പശ്ചിമഘട്ടത്തിലെ എല്ലാ കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കാൻ വനം മന്ത്രി ഈശ്വർ ഖാന്ദ്രെ കർശന ഉത്തരവ് പുറപ്പെടുവിച്ചതോടെയാണ് ജില്ലയിൽ കൂടുതൽ കയ്യേറ്റങ്ങൾ കണ്ടെത്താനുള്ള ജാഗ്രതയിലാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. തൊട്ടു പിന്നാലെ ഘാട്ട് മേഖലയിലെ ജില്ലകളിലെ അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ നടപടിയെടുത്തു. പ്രിൻസിപ്പൽ കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ്, ഹെഡ് ഓഫ് ഫോറസ്റ്റ് ഫോഴ്സ് ബ്രിജേഷ് കുമാർ ദീക്ഷിത് കയ്യേറ്റങ്ങൾ സംബന്ധിച്ച് പുതിയ പ്രത്യേക ദൗത്യസേനയുടെ തലവനാണ്. രാവിലെ ഉത്തരവിറങ്ങിയതിനെ തുടർന്ന് ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചു. ചിക്കമംഗളൂരിലെ മഗുഡുവിൽ 17 ഏക്കർ, കോപ്പ ഹോബ്ലിയിലെ ഒരു ഗ്രാമം, ഹലാസുര വില്ലേജിൽ 13 ഏക്കർ, 38 ഗുണ്ട, തനുടിയിൽ 36 ഏക്കർ എന്നിവയാണ് ഇപ്പോൾ ഒഴിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് 2 ലക്ഷം ഏക്കറിലധികം വനഭൂമി കയ്യേറ്റത്തിന് കീഴിലാണെന്നും അവ നീക്കം ചെയ്യുന്നതിൽ വകുപ്പ് ചട്ടങ്ങൾ പാലിക്കണമെന്നും ഖാന്ദ്രെ പറഞ്ഞു. നടപടിക്രമങ്ങൾ പാലിച്ച് 2000 ഏക്കറോളം തങ്ങൾ വീണ്ടെടുത്തു. അറിയിപ്പിന്റെ ആവശ്യമില്ലാതെ 10000 ഏക്കർ കൂടി തിരിച്ചു പിടിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമഘട്ട ജില്ലകളിലാണ് കർണാടകയിലെ ഏറ്റവും കൂടുതൽ വനം കയ്യേറ്റം നടക്കുന്നത്. 2024 മാർച്ച് അവസാനത്തോടെ 80,775 ഏക്കർ കയ്യേറ്റങ്ങളുമായി ശിവമോഗ പട്ടികയിൽ മുന്നിലെത്തി. ഉത്തര കന്നഡ 28,308 ഏക്കറും, ചിക്കമംഗളൂരു 25,978 ഏക്കറും, കുടക് 6,287 ഏക്കർ എന്നിങ്ങനെയാണ്. വാണിജ്യ ആവശ്യങ്ങൾക്കായി ഭൂമി പരിവർത്തനം ചെയ്യുന്നത് വർദ്ധിച്ചു വരികയാണ്. വനങ്ങളെ എസ്റ്റേറ്റുകളായും എസ്റ്റേറ്റുകളെ ഹോം സ്റ്റേ റിസോർട്ടുകളായും മാറ്റുന്നത് ആവാസ വ്യവസ്ഥയെ തടസ്സപ്പെടുത്തുന്നു. പരിസ്ഥിതി സെൻസിറ്റീവ് സോണുകൾ വർദ്ധിച്ച വികസന പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മനുഷ്യ വന്യജീവി സംഘർഷം വർദ്ധിപ്പിക്കുന്നു. മഴക്കാലം ജില്ലയിലും ഭീതി വർദ്ധിപ്പിക്കുന്നു. എന്നിരുന്നാലും കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനുള്ള ഖണ്ഡയുടെ ഉത്തരവ് വലിയ ആശ്വാസവും ജില്ലയിലെ പരിസ്ഥിതി ലോല മേഖലകൾ സംരക്ഷിക്കുന്നതിനുള്ള ആദ്യ പടിയുമാണ്. എന്നാൽ രാഷ്ട്രീയമായ ഇടപെടലുകൾ ഇതോടൊപ്പം തന്നെ ഉയർന്നിട്ടുണ്ട്. അതിനാൽ ദൗത്യം എത്രമാത്രം മുന്നോട്ട് പോകുമെന്ന് സംശയാസ്പദമാണ്. 1576 ഗ്രാമങ്ങളിലായി 20,668 ചതുരശ്ര കിലോമീറ്ററാണ് കർണാടകയിലെ പരിസ്ഥിതി ലോല പ്രദേശം. മലയാളിയായ അർജുൻ്റേതുൾപ്പെടെ 3 പേരുടെ തിരോധാനത്തിനും 8 പേരുടെ മരണത്തിനും ഇടയാക്കിയ ദുരന്തം നടന്ന ഷിരൂരും പശ്ചിമഘട്ട മലനിരകളിൽ ഉൾപ്പെട്ട മേഖലയാണ്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.